എല്ലാ കുഞ്ഞു മക്കളും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? സ്കൂളിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥിതത്തിൻ്റെ അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം അല്ലേ? യെസ്, 5ൻ്റെ കൂട്ടുകാരെ കണ്ടെത്തി എഴുതൂ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5ൻ്റെ കൂട്ടുകാരെ കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 5 എങ്ങനെയാണ് നമ്മൾ എഴുതുക? എങ്ങനെയാണ് എഴുതുക? 5 അല്ലേ? 5 5 എന്ന് പറയും അല്ലേ? 5 അല്ലെങ്കിൽ 5 നമുക്കറിയാലോ. 1 2 3 4 5 അല്ലേ? 5ാമത്തെ സംഖ്യയാണ്. ഓക്കെ, അതിൻ്റെ കൂട്ടുകാരെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കൂട്ടുകാരെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആരാണെന്ന് നോക്കിയേ. ആരാണ് വരുന്നത്? നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ളൊരു മുയലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ മുയലിൻ്റെ കയ്യിലുള്ള എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ദാ കമ്പ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 കമ്പുണ്ട്. അതുപോലെ 2 ഇലയുണ്ട് അല്ലേ? 2 ഇലയുണ്ട്. അപ്പോൾ 3 + 2 എത്രയാണ്? 3 + 2 എത്രയാ? ഇവിടെ 3 ഉണ്ട് അല്ലേ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 + 2 എത്രയാണ്? 3 അല്ലേ? 1 2 3 + 2 1 2 ടോട്ടൽ എത്രയായി? 5 ആയല്ലേ? അപ്പം 5 ആയി. അപ്പം 5ൻ്റെ കൂട്ടുകാരാണോ ഈ 3ഉം 2ഉം? അതെ അല്ലേ? അപ്പോൾ 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയാ കിട്ടുക? 5 കിട്ടും അല്ലേ? 3 കമ്പുകളും അതുപോലെ 2 ഇലകളുമാണ് ആരുടെ കയ്യിലുള്ളത്? നമ്മുടെ മുയലോട്ടൻ്റെ കയ്യിലുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആളെ നോക്കാം. ആരാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ആരാണെന്ന് നോക്കാം. ആളുടെ കയ്യിൽ 2 കമ്പുകളും അതുപോലെ 1 2 3 ഇലകളുമാണുള്ളത് അല്ലേ? 3 ഇലകളുമാണുള്ളത്. ആരാണ് വരുന്നത്? നമ്മുടെ തത്തമ്മയാണല്ലേ? നമ്മുടെ തത്തയാണ് വന്നിരിക്കുന്നത്. തത്തയുടെ കയ്യിൽ എത്ര കമ്പുകളുണ്ട്? 2 കമ്പുകളും അതുപോലെ 3 ഇലകളുമാണുള്ളത് അല്ലേ? 3 ഇലകളും അതുപോലെ 2 കമ്പുകളും 3 ഇലകളും അതുപോലെ 2 കമ്പുകളുമാണ് ആരുടെ കയ്യിലുള്ളത്? നമ്മുടെ തത്തയുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടുമോ? 5 കിട്ടുമോയെന്നൊന്ന് നോക്കിയേ. 2 കമ്പുകളുണ്ട് അല്ലേ? മുൻപ് നമ്മുടെ മുയലോട്ടിൻ്റെ കയ്യിൽ എത്രയുണ്ടായിരുന്നു? 3 കമ്പുകൾ ഉണ്ടായിരുന്നു, 2 ഇലകൾ ഉണ്ടായിരുന്നു. ഇവിടെയോ 2 ഇലകളും 2 കമ്പുകൾ അല്ലേ? 2 കമ്പുകളും 3 ഇലകളുമാണുള്ളത്. അത് രണ്ടും കൂടെ കൂട്ടിയാലോ എത്ര കിട്ടും? 1 2 2 കമ്പുകൾ +1 2 3 അല്ലേ? 3 ഇലകളുണ്ട്. ടോട്ടൽ എത്രയായി? 5 ആയില്ലേ? 5 ആയി അല്ലേ? അപ്പം 5ൻ്റെ കൂട്ടുകാരാണ് 2 കമ്പുകളും അതുപോലെ 3 ഇലകളും ആയാലും നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 5 കിട്ടും. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. അടുത്തത് ആരാണെന്ന് നോക്കിയേ. നോക്കിയേ, 1 2 3 4 കമ്പുകളും 1 ഇലയും ആണുള്ളത് അല്ലേ? 4 കമ്പുകളും 1 ഇലയും ആണുള്ളത്. അത് ആരുടെ കയ്യിലാണെന്ന് അറിയണ്ടേ? ആരുടെ കയ്യിലാണെന്ന് നോക്കിയേ. ആരാണ്? നമ്മുടെ മരത്തിലൂടെയൊക്കെ ചാടി നടക്കുന്ന ആരാ? നമ്മുടെ അണ്ണാറക്കണ്ണനാണല്ലേ? നമ്മുടെ അണ്ണാറക്കണ്ണൻ്റെ കയ്യിലാണ് 4 കമ്പുകളും 1 ഇലയുള്ളത് അല്ലേ? 1 ഇലയുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടി നോക്കിയാലോ. ഇവിടെ 4 കമ്പുകളുണ്ട്, 1 ഇലയുണ്ട്. 1 2 3 4 4 കമ്പുകളും 1 ഇലയും. അങ്ങനെയാണെങ്കിൽ 1 2 3 4 4 കമ്പുകളും 1 ഇലയും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 5 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എന്ത് എഴുതാം? 5 എഴുതാം അല്ലേ? 5 എഴുതാം. കിട്ടിയോ? എങ്ങനെയാണ് എഴുതാന്ന് കിട്ടിയോ? കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തൊരു കാര്യം ചോദിക്കട്ടെ.
അല്ലേ? ടോട്ടൽ തന്നിരിക്കുന്നത് 4ആണ്. ഇതിൽ എത്രയൊക്കെ വീതം നമ്മുടെ അണ്ണാറക്കണ്ണനും അതുപോലെ തത്തമ്മയ്ക്കും അതുപോലെ നമ്മുടെ മുയലൊട്ടിനും കിട്ടിക്കഴിഞ്ഞാൽ 4ൻ്റെ കൂട്ടുകാരെ കണ്ടെത്താനുള്ളതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. അപ്പം അതിനു മുൻപ് മിസ് ഇതാ മുൻപത്തെ ആക്ടിവിറ്റി ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. അതായത് നമുക്ക് 5 കിട്ടേണ്ടത് അല്ലേ? 5 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മുടെ മുയലായിരുന്നു അല്ലേ? മുയലിൻ്റെ കയ്യിൽ എത്ര കമ്പുകളുണ്ടായിരുന്നു? 2 കമ്പുകളായിരുന്നോ 3 കമ്പുകളായിരുന്നോ? 3 ആയിരുന്നു അല്ലേ? 3 കമ്പുകളും പിന്നെ 2 ഇലകളുമായിരുന്നു അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 3 + 2 5 കിട്ടി അല്ലേ? അടുത്തതാരായിരുന്നു? നമ്മുടെ തത്തയായിരുന്നു അല്ലേ? തത്തയ്ക്ക് എത്ര എണ്ണമായിരുന്നു? 2 കമ്പുകളും 3 ഇലയുമായിരുന്നു. 2 + 3 ചെയ്താലും നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 5 കിട്ടും. അടുത്തതാരാ? നമ്മുടെ അണ്ണാനായിരുന്നു അല്ലേ? അണ്ണാൻ അല്ലേ? അണ്ണാറക്കണ്ണൻ്റെ കയ്യിൽ എത്രയായിരുന്നു? 4 കമ്പുകളും പ്ലസ് 1 ഇലയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 5 കിട്ടും അല്ലേ? 4 + 1 ചെയ്താലും നമുക്ക് 5 കിട്ടും. അപ്പോൾ ഇവരൊക്കെ ആരാണ്? നമ്മുടെ 5ൻ്റെ കൂട്ടുകാരാണല്ലേ? 5ൻ്റെ കൂട്ടുകാരാണ്. ഇനി ഒരാളുണ്ട്, നമ്മുടെ പട്ടിക്കുട്ടനാന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പൂച്ചയായിരുന്നു. ഓക്കെ, അടുത്ത ആളാണ് നമ്മുടെ പൂച്ച. അങ്ങനെയാണെങ്കിൽ പൂച്ചയുടെ കയ്യിൽ എത്ര എണ്ണം വീതം ആവാം? നമ്മുടെ 5 തന്നെ കിട്ടണം അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 5 തന്നെ കിട്ടണം. ഇവിടെ 3 കമ്പും 2 ഇലയും, ഇവിടെ 2 കമ്പും 3 ഇലയും, ഇവിടെ 4 കമ്പും 1 ഇലയും. അങ്ങനെയാണെങ്കിൽ 5 തന്നെ കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? 1 കമ്പും പ്ലസ് 4 ഇലയും കൊടുത്തൂടെ അല്ലേ? 1 കമ്പും 4 ഇലയും കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? 1 കമ്പും 4 ഇലയും കൊടുത്താലും നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ 3ഉം 2ഉം വന്നാലും 2ഉം 3ഉം വന്നാലും 4ഉം 1ഉം വന്നാലും 1ഉം 4ഉം വന്നാലും എത്രയാണ്? 5ആണ്. ഇതുപോലെ 4ൻ്റെ കൂട്ടുകാരെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 4 എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടാന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 4 എഴുതി. 4 എണ്ണമാണ് നമുക്ക് ആകെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ മുയലാണ് അല്ലേ? മുയലാണ് നമ്മുടെ ആദ്യത്തെ ആൾ. മുയലിൻ്റെ കയ്യിൽ എത്ര കമ്പുകളും അതുപോലെ തന്നെ എത്ര ഇലകളും വരാം? ഒന്ന് പറഞ്ഞേ. 4 നമുക്ക് കൂട്ടുമ്പോൾ കിട്ടേണ്ടത് അല്ലേ? 4 നമുക്ക് കൂട്ടുമ്പോൾ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലകളും എത്ര കമ്പുകളും ആവാം? ആദ്യം തന്നെ മിസ് എന്ത് ചെയ്തു? 1 ഇല കൊടുത്തു. ഇലയുടെ എണ്ണം 1 എഴുതി. അങ്ങനെയാണെങ്കിൽ കമ്പുകൾ എത്രയായാൽ എനിക്ക് 4 കിട്ടും? ടോട്ടൽ ആകെ 4 കിട്ടണമെങ്കിൽ ഇവിടെ 1 ഇലയുണ്ട് അല്ലേ? 1 ഇലയുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 കിട്ടണമെങ്കിൽ മിസ് എന്ത് ചെയ്താൽ മതി? എത്ര കമ്പ് നമ്മുടെ മുയലിന് കൊടുക്കേണ്ടി വരും? എന്താ ചെയ്യേണ്ടത്? 4ൽ നിന്ന് ഈ 1 കുറയ്ക്കുക അല്ലേ? 4ൽ നിന്ന് ഈ 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 - 1 അല്ലേ? 4 - 1 ചെയ്യുക ഈക്വൽ ടു സമം എത്രയാ? 3 കിട്ടും അല്ലേ? ഈക്വൽ ടു 3 കിട്ടും. അതെങ്ങനെ കിട്ടിയേ? 4 എണ്ണമാണ് നമുക്ക് വേണ്ടത് അല്ലേ? 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതിൽ എത്ര കുറയ്ക്കണം? 1 എണ്ണം കുറയ്ക്കണം. ബാക്കി എത്രയാ? 1 2 3 അല്ലേ? 3 എണ്ണമാണ് നമുക്ക് ബാക്കി കിട്ടുക. അപ്പോൾ കമ്പിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓക്കെ, കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇല 1ഉം കമ്പ് 3ഉം ആയാൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പോൾ 4ൻ്റെ ഒരു ടീമിന് നമുക്ക് കിട്ടി. ഇനി അടുത്ത ടീം ആരാണ്? നമ്മുടെ തത്തയാണ് അല്ലേ? ഓക്കെ, അടുത്ത ആളാണ് നമ്മുടെ തത്ത എന്ന് പറയുന്നത്. തത്തയ്ക്ക് ഞാൻ ആദ്യം തന്നെ ഇലകൾ ഒരു 2 എണ്ണം കൊടുത്തു.
ഇലകൾ എത്ര എണ്ണം കൊടുത്തു? 2 എണ്ണം കൊടുത്തു. ഓക്കെ അല്ലേ? ഇല 2 എണ്ണം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര കമ്പുകൾ വരാം? എത്ര കമ്പുകൾ വരാം? എങ്ങനെ കണ്ടുപിടിക്കും? കമ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമുക്ക് എത്ര വേണം? 4 വേണം അല്ലേ? 4 മൈനസ് 2 സമം എത്രയാണ്? 2 കിട്ടും. 4 എണ്ണമാണ് ആകെ വേണ്ടത് അല്ലേ? 1 2 3 4 എണ്ണമാണ് ആകെ വേണ്ടത്. അതിൽ 2 ഇലയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 2 2 ഇല മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണ? 1 2 2 കമ്പുകളായിരിക്കും ആരുടെ കയ്യിലുണ്ടാവുക? തത്തയുടെ കയ്യിലുണ്ടാവുക. കിട്ടിയോ? കിട്ടിയോ? ഇനി മിസ്സിന് വേണമെങ്കിൽ 1 ഇല തന്നെ കൊടുക്കാം. അത് നമ്മുടെ മുയലിൽ എടുത്തു കഴിഞ്ഞു അല്ലേ? മുയൽ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ടാണ് 1 ഇല കൊടുക്കാഞ്ഞത്. തത്തയ്ക്ക് 2 ഇല കൊടുത്തു. ക്ലിയർ ആയോ? ഇനി അടുത്ത ആളാരാ? അടുത്ത ആള് നമ്മുടെ അണ്ണാനാണല്ലേ? അണ്ണാനാണ്. അണ്ണൻ. അപ്പൊ അണ്ണാന് എത്ര ഇല കൊടുക്കണം? നിങ്ങൾ പറഞ്ഞേ, എത്ര ഇല കൊടുക്കണം? 1 എണ്ണം ഇവിടെ കൊടുത്തു, 2 എണ്ണം ഇവിടെ കൊടുത്തു. ഇനി എത്ര എണ്ണം കൊടുക്കാം? 3 എണ്ണം കൊടുക്കാം അല്ലേ? ഇല 3 എണ്ണം കൊടുത്തു അല്ലേ? ഇല 3 എണ്ണം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അണ്ണാനിനി എത്ര കമ്പ് വേണം? ടോട്ടലി 4 എണ്ണം ആവാനായിട്ട്. 3 ഇല ഓൾറെഡി കയ്യിലുണ്ട്, 3 എണ്ണം ഓൾറെഡി കയ്യിലുണ്ട്. 4 നമുക്ക് വേണ്ടതല്ലേ? അപ്പോൾ 3 എണ്ണം ഓൾറെഡി കയ്യിലുണ്ട്. 4ാമത് എത്തണമെങ്കിൽ എത്ര എണ്ണം കൂട്ടണം? 1 അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? കമ്പുകളുടെ എണ്ണം, കമ്പ് സമം 4 മൈനസ് 3 സമം 1 എന്ന് കിട്ടും അല്ലേ? 4 മൈനസ് 3 സമം 1 എന്ന് കിട്ടി അല്ലേ? 1 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അതെങ്ങനെ കിട്ടിയത്? ടോട്ടൽ 4 വേണം, അതിൽ 3 ഇലകളുണ്ട്, ബാക്കി ഒരു കമ്പും കൂടെ ചേർന്നാൽ എന്തായി? നമുക്ക് ടോട്ടലുള്ള ഈ 4 ആയി. അപ്പോൾ മിസ് എന്താ ചെയ്തത്? ആകെ 4 എണ്ണമാണ് വേണ്ടത്. അതിൽ 1 ഇല 2 ഇല 3 ഇല, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. ഈ 1 എണ്ണം ആരായാൽ മതി? കമ്പായാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇല 3ഉം കമ്പ് 1ഉം ആയാൽ നമ്മുടെ അണ്ണാൻ ഹാപ്പിയായി അല്ലേ? ഇനി ഇങ്ങനെ 4ന്റെ കൂട്ടുകാരായിട്ട് വേറെ ആരാ ഉള്ളത്? വേറെ ആരാ ഉണ്ടാവുക? നിങ്ങൾ പറ, വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല അല്ലേ? ഇവിടെ നോക്കിയേ, 1 ഇലയും 3 കമ്പുമായി. ഇവിടെ 2 ഇലയും 2 കമ്പുമായി, 4 ആയി. ഇവിടെ 3 ഇലയും 1 കമ്പുമായി, ആളായി അല്ലേ? ഇനി എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 3 കമ്പും 1 ഇലയും ആക്കാം അല്ലേ? 3 കമ്പും 1 ഇലയും ആക്കാം. അതിവിടെ എടുത്തു കഴിഞ്ഞു അല്ലേ? ഇവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആണ് 4ന്റെ കൂട്ടുകാർ. കിട്ടിയോ? കിട്ടിയോ? അതുപോലെ 5ന്റെ ആയപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? എത്ര എണ്ണം കിട്ടി? നമുക്ക് 4 പേർക്ക് കൊടുക്കാൻ പറ്റി അല്ലേ? 1ഉം 4ഉം എടുക്കാം, 3ഉം 2 എടുക്കാം, 2ഉം 3ഉം എടുക്കാം, 4ഉം 1ഉം എടുക്കാം അല്ലേ? ഇങ്ങനെ വന്നാലും നമുക്ക് 4ആണ് കിട്ടുക അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്നറിയോ? 3 കിട്ടാനായിട്ട് 3ന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെയൊക്കെയാണ് നമുക്ക് 3 കിട്ടുക? അപ്പം നമ്മുടെ മുയലിൻ്റെ മിസ് എഴുതുവാണ്, ഇല 1 1 ഇലയും, അതുപോലെ തന്നെ വേറെ എന്താണ്? കമ്പ് എത്ര വേണം? കമ്പ് എത്ര വേണം? 3 ആവാനായിട്ട്. 1 ഇല ഓൾറെഡി കയ്യിലുണ്ട്, ആകെ 3 വേണ്ടതല്ലേ? അപ്പോൾ 1 എണ്ണം ഇലയായി. ബാക്കി എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ? അപ്പോൾ 2 കമ്പ് അല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കി കണ്ടുപിടിക്കില്ലേ നമ്മൾ? ബാക്കി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ആകെയുള്ളത് മൈനസ് ഇത് അല്ലേ? അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കമ്പിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. അതായത് 3 മൈനസ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? 2 കിട്ടും. ഇനി അടുത്ത ആളാരാ? നമ്മുടെ തത്തയാണ് അല്ലേ? നമ്മുടെ തത്തയാണ്. അപ്പോൾ തത്തയുടെ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിക്കണം ഇലകൾ എത്രയാണ്, അതുപോലെ കമ്പുകൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ എല്ലാവരും ചെയ്യണം. ഓക്കെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നേരത്തെ നമ്മുടെ 4ന്റെ കൂട്ടുകാരെ എഴുതിയില്ല അല്ലേ?
അതാ നമ്മുടെ മുയൽ വന്നു, പിന്നെ ആരാ നമ്മുടെ തത്ത അല്ലേ, നമ്മുടെ തത്ത വന്നിട്ടുണ്ട്. അടുത്തതാര് നമ്മുടെ അണ്ണാൻകുഞ്ഞും വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ കൊടുക്കാന്നുള്ളത് മിസ് ഇതാ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ നേരെയും അവർക്ക് എത്രയൊക്കെ ഇലകളാണ് എത്രയൊക്കെ കമ്പുകളാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. പടമൊക്കെ വരച്ച് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.